ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ പറഞ്ഞു വന്ന സമയത്താണ് ശ്രീധരൻപിള്ളയുടെ ഈ പ്രതികരണം വരുന്നത്. കാരണം ഈ തന്ത്രിയുടെ വാദങ്ങൾ അനുസരിച്ചാണെങ്കിൽ ശബരിമലയിൽ സർക്കാരിൻ്റെ തിരക്കഥയനുസരിച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യാതന ബുദ്ധിയോടുകൂടി പെരുമാറി എന്നുള്ളതാണ്. SIT നമുക്ക് സംബന്ധിച്ചറിയാം, ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ്. അങ്ങനെ ഒരു സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിൽ അങ്ങനെ അവധാനതയില്ലാതെ ഒരു ഫിറ്റിംഗ് നടത്തുമോ? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ? രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും തന്ത്രിയുടെ കള്ള അറസ്റ്റിലൂടെ SIT അപമാനിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജ വിജയരാഘവൻ സാറിന്റെയും ജസ്റ്റിസ് ജയകുമാർ സാറിന്റെയും ബെഞ്ചിലേക്ക് തന്ത്രിയുടെ വിഷയം പരിഗണനയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലേക്ക് മറ്റു പല ബെയിൽ ആപ്ലിക്കേഷനും വന്നപ്പോൾ 119 പേജുള്ള വിശദമായ ഓർഡർ അദ്ദേഹം നൽകുകയുണ്ടായി. അതിൽ 81-ാം പേജിൽ തന്ത്രിയോട് അനുജ്ഞ മേടിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കള്ളത്തരമാണ് എന്ന് എഴുതുകയും തന്ത്രിക്ക് അനുകൂലമായ പരാമർശങ്ങളുമുണ്ട്. 3, ജസ്റ്റിസ് ബദറുദ്ദീൻ സാറിന്റെ വിധി അവസാനിക്കുന്നത് അദ്വൈതം എന്ന സിനിമയിലെ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന പാട്ട് എഴുതിക്കൊണ്ടാണ്. ആ പാട്ടിന്റെ സാഹചര്യം അവിടത്തെ അമ്പലത്തിൽ, അദ്വൈതം എന്ന മോഹൻലാൽ സിനിമയുടെ അമ്പലത്തിൽ തന്ത്രിയായ തിക്കുറിശി സുകുമാരൻ നായരെ കള്ളക്കേസിൽ കൊടുക്കാൻ പോലീസും അന്നത്തെ CPM നേതൃത്വവും ആ സിനിമയ്ക്കുള്ളിലെ CPM നേതൃത്വവും കാണിക്കുന്നതാണ് അതിന്റെ പശ്ചാത്തലം. അങ്ങനെ തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പാട്ട് പോലും വരുന്നത്. കോടതികൾക്കടക്കം പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും ഇന്ന് വ്യക്തമായിരിക്കുകയാണ് ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി ഹിന്ദു വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമം നടന്നത്. ശബരിമല തന്ത്രിയെ പോലെ ആരാധ്യനായ ആദരണീയനായ ഒരു വ്യക്തിയെ കുടുക്കുന്നതിന് കാലവും ചരിത്രവും അയ്യപ്പ ഭക്തർ നിങ്ങൾക്ക് മാപ്പ് തരില്ല. ശബരിമല യുവതി പ്രവേശത്തിന് കാണിച്ച അതേ ധാർഷ്ട്യവും അഹങ്കാരവും CPM ചെയ്തതിന് വർഷങ്ങൾക്കിപ്പുറം CPM വീട് വീടാന്തരം കയറി മാപ്പ് പറയേണ്ടി വന്നു. അതേപോലെ ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടിക്കുന്നതിനും ഇതേപോലെ നാളെ മാപ്പ് പറയേണ്ടി വരും. അത് ശബരിമല തന്ത്രി ആയതുകൊണ്ടല്ല, ഒരു നിരപരാധിയായ പാവം സാധു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിലിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചാരക്കേസിന് കള്ളക്കേസായി ശ്രീ നമ്പിനാരായണനെ 50 ദിവസം ജയിലിലിട്ടതിന് ശേഷം ശബരിമല തന്ത്രിയെയാണ് കള്ളക്കേസിൽ കുടുക്കി 40 ദിവസത്തിലധികം ജയിലിലിട്ടത്. ഇതിന് കാലവും ചരിത്രവും ഭക്തജനങ്ങളും 100% മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയുടെ വിധിന്യായം എക്സാക്ട് വെരി, there is not even an iota of evidence. കടുകുമണിയോളം പോലും ഈ കേസിൽ തെളിവില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിയാണ് പറയുന്നത്. അപ്പോൾ തന്ത്രിയെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? മനഃപൂർവ്വം SIT PIT ആയി പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറുകയും ശ്രീ പിണറായി വിജയന്റെയും CPM-ന്റെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും അവർക്ക് നേരെ വരുന്ന ചോദ്യങ്ങളുടെ മുനയൊടിക്കാനും വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഞാൻ എല്ലാ സ്നേഹത്തോടെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.